ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് വരുന്ന തിരുവനന്തപുരം നെയ്യാർ ഡാം നെട്ടുകാൽ തേരിയിലെ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്തെ ജനങ്ങൾ ഏറെ സന്തോഷത്തിലാണ്. ഇത്തരത്തിലുള്ള ഒരു ബൃഹത് പദ്ധതി നാട്ടിലെത്തുന്ന ആവേശത്തിലാണ് നാട്ടുകാർ. പള്ളിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നാട്ടുകാരുടെയും ഒപ്പം വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് വരുന്ന തിരുവനന്തപുരം നെയ്യാർ ഡാം, അവിടെ ആ പദ്ധതി ആ പ്രദേശത്തെ ജനങ്ങൾ ഏറെ സന്തോഷത്തോടെയാണല്ലോ വരവേൽക്കുന്നത്. തീർച്ചയായിട്ടും അശ്വതി, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് ഈ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റിന്റെ പദ്ധതി കാട്ടാക്കടയിലെ നെയ്യാർ ഡാമിനടുത്തുള്ള നെട്ടുകാൽ തേരിയിലേക്ക് എത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് തന്നെയാണ് അഭിമാന നിമിഷം എന്നുകൊണ്ട് പറയേണ്ടിയിരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടലൂടെ വലിയൊരു ബൃഹത് പദ്ധതി എൻ്റെ നാട്ടിലേക്ക് എത്തുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന നിമിഷമാണ്. ഒപ്പം എൻ്റെ നാട്ടുകാർ കൂടിയായ ചിലർ കൂടി ചേരുന്നുണ്ട്. നമ്മോടൊപ്പം പ്രധാനമായും ചേരുന്നത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ പന്ത ശ്രീകുമാറാണ്. വലിയ അഭിമാനമായ നിമിഷത്തിലാണ് ഞാനും താങ്കളൊക്കെ നിൽക്കുന്നത്, അല്ലേ? അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ലോകമെമ്പാടും ഇനി ഈ നാടിനെ അറിയാൻ പോവുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടലിലൂടെ ഏറ്റവും സുപ്രധാനമായ ഒരു കേന്ദ്രമായി, അതീവ തന്ത്രപ്രധാന മേഖലയായി കൂടി പ്രത്യേകിച്ച് നമ്മുടെ നാട് മാറുകയാണ്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മുടെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ BJP ആണ് ഭരണം നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ നെട്ടുകാൽ തേരി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ തന്നെ നാടിൻ്റെ തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു മേഖലയാണ്. കാരണം 2020 ഭരണസമിതി അധികാരത്തിൽ വരുന്ന സമയത്ത് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എയിംസ് സ്ഥാപിക്കുന്നതിന് വേണ്ടി കമ്മിറ്റി തീരുമാനമെടുക്കുകയും ഈ ഭൂമിയുടെ മുഴുവനായിട്ടുള്ള സ്കെച്ചും പ്ലാനും വരെ എടുത്ത് സെൻട്രൽ ഗവൺമെൻറ്റിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് കേന്ദ്രമന്ത്രിക്കുമൊക്കെ നിവേദനം കൊടുക്കുകയും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിക്ക് വരെ നിവേദനം ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത് കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി അതിൻ്റെ വലിയൊരു ശ്രമഫലങ്ങളാണ് എയിംസുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ ഭൂമി അക്വയർ ചെയ്ത് കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു സ്ഥാപനം നമുക്കിവിടെ വരാതെ പോയത്. പക്ഷേ എന്നിരുന്നാലും ശരി തന്നെ നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ അവർകൾ, അതുപോലെ രാജീവ് ചന്ദ്രശേഖർജി, നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ജയശങ്കർജി, ഇവരെല്ലാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഇതുപോലെ ഒരു 300 ഏക്കർ ഭൂമി നമ്മുടെ ജയിൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭൂമിയിലുണ്ടെന്നും അവിടെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം ഈ 5 വർഷത്തിനകത്ത് കൊണ്ടുവരണം എന്ന് അവരോട് നിരന്തരം. അതിൽ പ്രധാനമായും താങ്കളുടെ ഒരു ഇടപെടലുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ താങ്കൾ നടത്തിയ ഒരു ഇടപെടൽ. ഇത്തരത്തിലുള്ള ഒരു ഭൂമി ഈ പ്രദേശത്തുണ്ട് എന്നെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അതിൻ്റെ ഡേറ്റ കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത് താങ്കൾ നേരിട്ടാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലല്ലേ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഇവിടേക്ക് എത്താനൊരു സാഹചര്യമുണ്ട്? ഇങ്ങനെ ഒരു ഭൂമി ഉണ്ട് എന്നുള്ളതിനെ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ഭരണസമിതിയാണ്, ഞങ്ങൾ തന്നെ. അത് കാരണമുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയൊരു പദ്ധതികൾ ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അധികാരത്തിൽ കയറിയത്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥാപനം ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഈ വലിയൊരു സ്ഥാപനം കൊണ്ടുവരണം. നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർജി പാർലമെൻറ്റിലേക്ക് മത്സരിച്ച സമയത്ത്, തിരുവനന്തപുരം പാർലമെൻറ്റിൽ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിരുന്നു, നെട്ടുകാൽ തേരിയിൽ IT പാർക്ക് പോലുള്ളൊരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ വളരെ സന്തോഷകരമാണ്, ബ്രഹ്മോസിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്, SSB പോലുള്ള വലിയൊരു ബറ്റാലിയൻ്റെ യൂണിറ്റ്, ഫോറൻസ് ലാബ് പോലുള്ള വലിയൊരു യൂണിറ്റ്, ഇതെല്ലാം നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട് മാറുകയാണ്. കള്ളിക്കാട് മാത്രമല്ല, കാട്ടാക്കട മാത്രമല്ല, തിരുവനന്തപുരം മാത്രമല്ല, നമ്മുടെ നാട് മൊത്തത്തിൽ മാറുകയാണ്. നമ്മുടെ നാട്ടുകാർക്ക് ജീവിത രീതികളിലേക്ക് വലിയൊരു സന്തോഷം കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ ബ്രഹ്മോസ് യൂണിറ്റ് കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ അനുവദിച്ചതിൽ കള്ളിക്കാട്ടത്തെ ജനത കേന്ദ്ര ഗവൺമെൻറ്റിനോടും നരേന്ദ്രമോദിയോടുമൊക്കെ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ നിമിഷം പറയാനുള്ളത്. സാഹചര്യത്തിലാണ് കോടതിയിലേക്കൊക്കെ പോകാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്? ഏതൊരു സാഹചര്യ ഘട്ടത്തിലാണ്? പ്രത്യേകിച്ച് ഈ വസ്തു ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിൽ കോടതിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് എന്ത് സാഹചര്യത്തിലായിരുന്നു? നമ്മുടെ ഈ ഇതുമായി വസ്തു ഏറ്റെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ നെട്ടുകാൽ തേരിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ഭൂമി ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇത് എയിംസ് എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ വരുന്നതിന് വേണ്ടി കമ്മിറ്റി തീരുമാനമെടുത്ത് പോവുകയും ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഭൂമി അക്വയർ തരുന്നതിന് വേണ്ടിയുള്ള ഒരു തടസ്സം നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം കോടതിയിലേക്ക് പോയിട്ടുള്ളത്.
തീർച്ചയായിട്ടും വലിയ അഭിമാനകരമായ നിമിഷമാണ്. എന്തായിരുന്നാലും അതിൻ്റെ ഒരു സാക്ഷാത്കാരത്തിലേക്ക് പോവുകയാണ്. നാട്ടുകാരും കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നമ്മൾ നിൽക്കുന്നത് ഈ നെട്ടുകാൽ തേരി എന്ന് പറയുന്ന ഈ പ്രദേശം വനപ്രദേശമാണ്. ആ പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് നാട്ടുകാരുടെ ഒരു ലഭ്യത ഇവിടെ കുറവുള്ളത്. എന്നാലും കുറച്ചു പേർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വളരെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണല്ലോ. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ഈ കള്ളിക്കാട് പഞ്ചായത്തിൽ ജനിച്ചു എന്നതിൽ ഇപ്പം അഭിമാനമാണ്. കാരണം നല്ലൊരു പദ്ധതിയാണ് വരാൻ പോകുന്നത്. ഈ നാട്ടിലെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിലാണ് ഈ ബ്രഹ്മോസ് പദ്ധതി ഇവിടെ വന്നു കഴിഞ്ഞാൽ കളിക്കാർ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനകത്ത് ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാർ ഉള്ളത്. ഒപ്പം നമ്മോടൊപ്പം മറ്റൊരാളും കൂടി ചേരുകയാണ്. വലിയ പ്രതീക്ഷയാണ്, വലിയ ആത്മവിശ്വാസമൊക്കെ തോന്നുന്നുണ്ടോ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു ഇടപെടൽ? കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി കൊണ്ട് നാടിന് വലിയ വികസനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഒരുപാട് തൊഴിൽ സാധ്യതകളും മറ്റ് സംവിധാനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി വരികയാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയാണ്. തീർച്ചയായിട്ടും ബ്രഹ്മോസിൻ്റെ യൂണിറ്റ് ഇവിടേക്ക് എത്തുന്ന ഘട്ടത്തിൽ അത് വലിയ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർ കാണുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അശ്വതി, അഭിമാന നിമിഷത്തിലൂടെയാണ് ഇവിടെയുള്ള നാട്ടുകാർ ഓരോരുത്തരും മുന്നിലോട്ട് പോകുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. തീർച്ചയായും വിനീഷ്, എന്നാലും വിനീഷിനും അത് ഏറെ അഭിമാനമുള്ളൊരു നിമിഷമാണ്. ഈ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് നമ്മുടെ പ്രതിനിധി വിനീഷിന്റെ നാട്ടിലാണ് വരുന്നത്, കള്ളിക്കാടാണ് വരുന്നത്. കള്ളിക്കാടിന്റെ മുഖം തന്നെ മാറുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക്